ദൈവത്തിൻ്റെ സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ പള്ളിയിലെ വികാരി, എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ ജോസഫ് അച്ഛൻ, ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ വികാർ ജനറൽ റവറൻഡ് പി.ടി. തോമസ് അച്ഛൻ, നമ്മുടെ MLA ആദരണീയനായ തോമസ് കെ. തോമസ്, ബഹുമാനപ്പെട്ട വൈദികരെ, നമ്മുടെ സന്നദ്ധ സുവിശേഷ സംഘ അംഗങ്ങളെ, ഗായക സംഘാംഗങ്ങളെ, മനോഹരമായി പാട്ടുപാടിയ പ്രിയപ്പെട്ട സഹോദരി, പ്രാർത്ഥിച്ച യോഗം ആരംഭിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 12 മണിക്ക് പ്രാർത്ഥനയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മീറ്റിംഗ് അല്പം റണ്ണിങ് ലിറ്റിൽ ലേറ്റ്. എന്നെക്കുറിച്ച് പറഞ്ഞാണ് സമയം ഒത്തിരി പോയതെന്ന് എനിക്ക് തോന്നുന്നു. മാർത്തോമാ സഭ സുവിശേഷത്തിൽ പിറവിയെടുത്ത ഒരു സഭയാണ്. അതാണ് മാർത്തോമാ സഭയുടെ മഹത്വമായി ഞാൻ കാണുന്നത്. പലരും എന്ന് പറയുമ്പോൾ പലരും അത് വരികൾക്കിടയിൽ വായിച്ചെടുക്കാം. പലരും സുവിശേഷത്തിൽ നിന്നും അകന്നു പോയപ്പോൾ മാർത്തോമാ സഭ സുവിശേഷത്തിൽ പിറവിയെടുത്ത് സുവിശേഷത്തിൽ വളർന്ന് ജീവിച്ചു എന്നുള്ളതാണ് ഇന്നിൻ്റെ മാർത്തോമാ സഭയുടെ പരിച്ഛേദം. 100 വർഷം മുമ്പ് ഓരോ മാർത്തോമാക്കാരനും സുവിശേഷകനായിരിക്കുക എന്ന ആശയം എത്ര മനോഹരം! അങ്ങനെയുള്ള ഒരു ചിന്ത അധികം സഭകൾക്കൊന്നും ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വിളിയും നിയോഗവും അത് തന്നെയാണ്. എന്നാൽ അതിന് വ്യക്തമായ ഒരു രൂപരേഖയുണ്ടാക്കി അത് സഭാതലത്തിൽ എല്ലായിടങ്ങളിലും അത് പ്രാവർത്തികമാക്കുവാനുള്ള അശ്രാന്തമായ പരിശ്രമം ഞാൻ ഓർക്കുന്നുണ്ട്. അച്ഛനോട് സൂചിപ്പിച്ചു, കഴിഞ്ഞ വർഷം ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ 100ാമത് സെൻറ്റനറി ആഘോഷത്തിൽ മാർത്തോമാ മെത്രാപ്പൊലീത്തയോടൊപ്പം ഞാനും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി മനസ്സുകൊണ്ട് ഇഷ്ടവും അടുപ്പവുമുള്ള ഒരു സഭയാണ് മാർത്തോമാ സഭ. ഇതിற்கு മുമ്പുണ്ടായിരുന്ന മെത്രാപ്പൊലീത്തന്മാരെല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ബന്ധം കൂടുതൽ ദൃഢപ്പെടുന്നതും കൂടുതൽ ഫലപ്രദമാകുന്നതും ദിവംഗതനായ പുണ്യശ്ലോകനായ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തായുടെ കാലത്താണ്. ആ സൗഹൃദത്തിൽ നിന്നും സുറിയാനി സഭയുടെ പൈതൃകവും അതിൻ്റെ ശ്രേഷ്ഠതയും പാരമ്പര്യങ്ങളും തനിമയും അത് പ്രസംഗിക്കുക മാത്രമല്ല, തൻ്റെ പ്രവർത്തനത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും അതിൻ്റെ സ്വീകാര്യതയും തനിമയും ഉയർത്തിക്കാട്ടുന്നതിൽ മെത്രാപ്പൊലീത്ത കാണിച്ച ശുഷ്കാന്തി, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, അത് ഒരിക്കലും പരിശുദ്ധ സഭയ്ക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഒത്തിരി അവഹേളനങ്ങളും ഒത്തിരി പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റ ഒരു കാലത്ത് മെത്രാപ്പൊലീത്ത എഴുതി, നിങ്ങൾക്ക് 100 വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്ന്. അതൊരു ചരിത്രമാണ്. 1912 തുടങ്ങുന്ന ഒരു ചരിത്രം. അങ്ങനെ ഒരു ചരിത്ര സത്യം എഴുതിയതിന് അദ്ദേഹത്തെ കണ്ടമാനം ഇകഴ്ത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഞാൻ ഓർക്കുന്നു. അതുകൊണ്ടൊന്നും സത്യത്തിൻ്റെ പാതയിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ചരിത്ര അവബോധത്തിൽ നിന്നും പിന്നോട്ട് പോകുവാൻ
മെത്രാപ്പോലീത്ത തയ്യാറായിരുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ഒരു ചെറിയ കാര്യം ഇവിടെ അച്ഛൻ ഓർമ്മപ്പെടുത്തി. ഞങ്ങൾ രണ്ടുപേരും ഒരേ പേരുകാരാണ്. ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത അത്താനാസ്യോസ് തിരുമേനിയുടെ 4 or 5 തലമുറക്കാരനാണെങ്കിൽ ഞാൻ അദ്ദേഹം കുറയോ സ്ഥാനം കൊടുത്ത പരിമല തിരുമേനിയുടെ 4ാം തലമുറക്കാരനാണ്. അങ്ങനെ ഒരു കെമിസ്ട്രി, ഒരു ഇക്വേഷൻ പിന്നീടുള്ള സഭയുടെ ചരിത്രത്തിലെ പല കാര്യങ്ങളും ഒരു വേറെ അധ്യായമാണ്. നമ്മൾ മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് ഒരു മേശയിൽ നിന്നും പങ്കിടുവാനുമുള്ള നിയോഗമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭയുടെ ആത്യന്തികമായ ലക്ഷ്യമായി നമ്മൾ കാണേണ്ടുന്നത്. ആ ഒരു ദിശയിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത് ഇന്നിൻ്റെ കാലഘട്ടത്തിലെ ഒരു ആവശ്യവും വെല്ലുവിളിയുമാണ്. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് നമ്മൾ അങ്ങനെയുള്ള അവബോധത്തിലൂടെ മുന്നോട്ട് പോകുവാനും അത് എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കുവാനും നിശ്ചയമായിട്ടും വരും നാളുകളിലെ ഒത്തുചേരലുകളും പ്രാർത്ഥനയോടുകൂടിയ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന സാഫല്യമാകുവാൻ, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയുടെ പൂർണ്ണത കൈവരിക്കുവാൻ ഉള്ള നിരന്തരമായ ശ്രമം നമുക്ക് തുടരാം. നിശ്ചയമായും സുവിശേഷത്തിലൂടെ ജീവിക്കുക, സുവിശേഷത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കാലിക പ്രസക്തി നമുക്ക് നമ്മുടെ സമൂഹത്തോട് ഉറക്കെ പറയുവാൻ സാധിക്കുക, ഇതെല്ലാം ഇന്നിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. വല്ലാതെ വറ്റി വരണ്ടുപോയ വല്ലാത്തൊരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇരുട്ടിനെ സ്നേഹിക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുപാടിലുമുണ്ട്. ഒരു കവി പാടിയിട്ടുണ്ട്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. അങ്ങനെയുള്ള ഒരു സമൂഹം നമുക്ക് ചുറ്റുപാടുകൾ നിലയുറപ്പിക്കുമ്പോൾ ദീപ്തമായ ക്രിസ്തു വെളിച്ചത്തിങ്കിലേക്ക് അനേകരെ ചേർത്തണയ്ക്കുവാനുള്ള നിയോഗം നാം ഓരോരുത്തരുടെയും വിളിയാണ് എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. എത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ്, സമർപ്പണത്തോടുകൂടിയാണ് ഈ സംഘം, ഈ വോളണ്ടറി അസോസിയേഷൻ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നതെന്നുള്ളതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. ഇത്രയും പ്രതികൂല കാലാവസ്ഥയിൽ ഒരിട ദിവസം ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടി എന്നുള്ളത് തന്നെ നിങ്ങളുടെ സമർപ്പണത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഒരു പ്രതീകമായി ഞാൻ അതിനെ കാണുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും ഈ ആത്മാവിൽ ഏത് കാലത്തും നിറഞ്ഞു കവിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പരിചിതമായ സുവിശേഷ ഭാഗമാണ് വിതക്കാരൻ്റെ ഉപമ. വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോകുന്നു. ചിലത് വഴിയരികിൽ വീഴുന്നു, ചിലത് അധികം മണ്ണില്ലാത്ത പാറപ്പുറത്ത് വീഴുന്നു, ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നു, ചിലത് വഴിയിൽ വീഴുന്നു. ഇവിടെ വിതക്കാരൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. വിതയ്ക്കപ്പെട്ടത് വേണ്ട വിധം ഫലം നൽകിയില്ല എന്ന് മാത്രമല്ല, ചുരുക്കം ചിലത് മാത്രം 30, 60, 100 മേനി വിനഞ്ഞു എന്നുള്ളത് നമുക്ക് മനഃപാഠമാണ് ഈ ഭാഗങ്ങളെല്ലാം. ഇവിടെ യഥാർത്ഥ സുവിശേഷവും അതിൻ്റെ
പ്രഘോഷകനുമായ നസ്രായനായ യേശുവിൻ്റെ അനുഭവമാണ് ഇവിടെ പറയുന്നത്, മറ്റാരുടെയുമല്ല. അവിടെയാണ് ഈ സുവിശേഷീകരണത്തിൻ്റെ, നാം ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തിൻ്റെ അതിൻ്റെ തീക്ഷ്ണമായ മറ്റൊരു ഭാവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം മടുപ്പില്ലാതെ നമ്മൾ ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ടതാണ് എന്നുള്ളതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഫലം പുറപ്പെടുവിച്ചവർ തന്നെ എത്ര വേഗത്തിലാണ് ഫലശൂന്യരായി മാറിപ്പോയത്. അതെല്ലാം കണ്ട് വേദനിക്കുന്ന ഹൃദയവുമായി ആ ശുശ്രൂഷ തുടരുന്ന ഒരു നസ്രായനെ നമുക്ക് ഏത് കാലത്തും മനസ്സിൽ ധ്യാനിക്കുവാനായിട്ട് സാധിക്കണം. എഫേസൂസിലെ സഭയോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം. പ്രിയമുള്ളവരെ, സുവിശേഷീകരണത്തിൻ്റെ കാതലും പശ്ചാത്തലവും ഇതിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം എത്ര നാടകീയമായിട്ടാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. വെള്ളം നിറയ്ക്കുവാൻ കുടവുമായി, ഒഴിഞ്ഞ കുടവുമായി കിണറ്റിനരികിൽ നിൽക്കുന്ന ശമരിയാക്കാരി സ്ത്രീ, അത് നമ്മുടെ ധ്യാന വിഷയമായി നമുക്കെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഒഴിഞ്ഞ കുടവുമായി കിണറ്റിനരികിൽ വന്നു നിൽക്കുന്ന ശമരിയാക്കാരി സ്ത്രീ സഭകളുടെ ഒരു പ്രതിനിധിയാണ്, പ്രതീകമാണ്. അവൾ കുടത്തിൽ ജലം നിറയ്ക്കുവാനായി കിണറ്റിനരികിൽ വന്നപ്പോഴാണ് നസ്രായനുമായി ഒരു സംവാദം നടക്കുന്നത്. അപ്പോസ്തലന്മാരൊന്നും അധികം അവിടെ ഉണ്ടായിരുന്നില്ല. അവർ ദൂരേക്ക് ഭക്ഷണം വാങ്ങിക്കാനൊക്കെ പോയപ്പോഴാണെന്ന് സുവിശേഷകൻ പറയുന്നു. ഇവിടെ ശമരിയാക്കാരിയുടെ ജീവിതമാകുന്ന കാലിക്കുടത്തിൽ ദൈവകൃപ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന, നിറഞ്ഞു തുളുമ്പുന്ന ഒരു അനുഭവത്തിലേക്കാണ് അവളെ മാറ്റിയെടുക്കുന്നത്. കുത്തിയൊലിക്കുന്ന ജീവജല നദിയിൽ നിന്നും കുടിച്ച് ദാഹം തീർക്കുന്ന ശമരിയ സ്ത്രീ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ പരശുശ്രൂഷയുടെ സുവിശേഷീകരണത്തിൻ്റെ, ജീവൻ്റെ വചനത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകയായി തന്നെ ഈ ശമരിയ സ്ത്രീ മാറ്റപ്പെടുന്നുണ്ട്. രക്ഷകനായ ക്രിസ്തു കിണറ്റിൻ കരയിൽ ഇരിക്കുന്നത് പോലെ ഇന്നും സഭകളും ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർത്തോമാ സഭയിലെ ഓരോ ദൈവവിശ്വാസിയും സഭാവിശ്വാസിയും സുവിശേഷകരായിരിക്കുക എന്നുള്ള ദൗത്യം ഏത് കാലത്തും തികച്ചും സാങ്കത്യമുള്ള ഒന്ന് തന്നെയാണ്. ഇവിടെ കിണറ്റിനരികിൽ ശൂന്യമായ കുടവുമായി വന്നു നിൽക്കുമ്പോൾ അവിടെ മലിനജലം, ശുദ്ധിയില്ലാത്ത ജലം, വിഷമുള്ള ജലം നിറച്ചു തരുവാൻ എവിടെയും ആളുകളും പ്രസ്ഥാനങ്ങളും ഉണ്ട് എന്നുള്ള കരുതൽ യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പക്ഷെ അവയൊന്നും ഹൃദയത്തിന് ശക്തി പകർന്നു കൊടുക്കുന്നതായിരിക്കില്ല. അവിടെയാണ് ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന ആ പരിവർത്തനത്തിൻ്റെ, ആന്തരികമായ പരിവർത്തനത്തിൻ്റെ ഭാവം വിശുദ്ധ മാറ്റമില്ലാത്ത വചനത്തിലൂടെ എല്ലാവരിലും കാണപ്പെടേണ്ടുന്നത്. ഹൃദയം നിറഞ്ഞപ്പോഴാണ് ശമരിയാക്കാരി സ്ത്രീ ഗ്രാമത്തിലേക്ക് ഓടി വിളിച്ചു പറയുവാൻ തുടങ്ങി. ഞാൻ ചെയ്ത കാര്യം, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. നിങ്ങൾ അവനെ വന്ന് കാണുമീൻ. വന്ന് കാണുമീൻ എന്നുള്ളത് മിശിഹായുടെ വാക്കുകൾ തന്നെയാണ്.
അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശമരിയ സ്ത്രീയും സുവിശേഷീകരണത്തിൻ്റെയും ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെയും വാഹകയായി മാറ്റപ്പെട്ടു എന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും ഒരു ഗ്രാമം മുഴുവനും ക്രിസ്തുവിലേക്ക് ചെന്നെടുക്കുവാൻ അവളുടെ സുവിശേഷീകരണവും അവളുടെ മിഷണറി പ്രവർത്തനവും മുഖാന്തരമായി എന്ന് തന്നെ നമ്മൾ ഇവിടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരു പ്രാർത്ഥന അവൾ നടത്തി, കർത്താവേ, ഇനി ഒരിക്കലും ദാഹിക്കാതിരിപ്പാൻ, ഈ ദൂരം താണ്ടി ഈ ആഴക്കിണറിൽ നിന്നും വെള്ളം കോരി കുടിച്ച ദാഹം തീർക്കാതിരിക്കാൻ, ഇടയാകാതിരിക്കാൻ ആ ജലം എനിക്കും തരണമേ എന്നുള്ള പ്രാർത്ഥന. അവിടെയാണ് ആത്മാവിൻ്റെ ദാഹം. ആത്മാവിൻ്റെ ആ ദാഹത്തിൽ നിന്നുമാണ് നമുക്ക് കുത്തിയൊലിക്കുന്ന ജീവജല നദിയിൽ നിന്നും കുടിച്ച് ദാഹം തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ശമരിയാക്കാരി സ്ത്രീ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ ശമരിയാക്കാരി സ്ത്രീയുടെ സുവിശേഷീകരണം കൊണ്ട്, അവരുടെ പ്രഖ്യാപനം കൊണ്ട് ആ ഗ്രാമത്തിൽ എല്ലാവരും പറഞ്ഞു തുടങ്ങി, ഇവൻ തന്നെ ആയിരിക്കുമോ വരുവാനിരിക്കുന്ന മെശിഹ. എത്ര വലിയ സാക്ഷ്യമാണ്! ഒരു കുറവുള്ള സ്ത്രീ, എന്തുകൊണ്ടും കുറവുള്ള ഒരു സ്ത്രീ, സമൂഹത്തിൽ അത്ര മതിപ്പുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നില്ല അന്നത്തെ സമൂഹത്തിൻ്റെ കണ്ണിൽ ഈ ശമരിയ സ്ത്രീ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവളെ വിളിക്കാവുന്ന മറ്റു പല പേരുകളുമുണ്ട്. അതൊന്നും വാക്കുകൾ കൊണ്ട് പോലും പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവൾ എത്ര വേഗമാണ് അവളിലുണ്ടായ മാറ്റം, ദൈവാനുഭവത്തിലേക്ക് അവൾ വഴുതി മാറിപ്പോകുന്നത്. പ്രിയമുള്ളവരെ, ഇതിൽ തന്നെയാണ് സുവിശേഷീകരണവും. സുവിശേഷവൽക്കരണം ഏറ്റവും പൂർണ്ണവും ഫലപ്രദവുമായ രീതിയിൽ നടത്തിയ വ്യക്തി സുവിശേഷം തന്നെയായ നമ്മുടെ കർത്താവും ദൈവവുമാണ്, മിശിഹായാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:43. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും 1 കൊരിന്ത്യർ 9:16. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതമെന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കും എഴുതുന്നു. വാത്സല്യ ദൈവമക്കളെ, സുവിശേഷം എന്നാൽ ദൈവം നിശബ്ദത ഭേദിച്ച് സംസാരിച്ചു എന്ന് തന്നെയാണ്. അതുവരേക്കിനും രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയും ഒക്കെയാണ് ദൈവം സംസാരിച്ചത്. അത് നേരിട്ടൊന്നുമല്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. ഇവിടെ ആ നിശബ്ദത ഭേദിച്ച് ദൈവം, രക്ഷകൻ നേരിട്ട് സംസാരിക്കുകയാണ്. അതാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തിയും സുവിശേഷത്തിൻ്റെ കാതലും. ദൈവം ചരിത്രത്തിൽ പ്രവേശിക്കുന്നു, വിച്ച് മീൻസ് ഇമ്മാനുവൽ അനുഭവം. ദൈവം നമ്മോട് കൂടെയുണ്ട്. അത് ത്രിത്വത്തിൻ്റെ വ്യാപരിക്കലിലൂടെ നമുക്ക് സമർത്ഥമായി പകർന്നു തരുന്ന ഒന്ന് തന്നെയാണ്. അത് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ശരീരത്തോട് ശരീരമായും രക്തത്തോട് രക്തമായും ചേർക്കപ്പെട്ടിരിക്കുന്നു. സുറിയാനി സഭയുടെ കിന്നരമെന്ന് വാഴ്ത്തപ്പെടുന്ന അബ്രഹാം പിതാവ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. 84-ാം സങ്കീർത്തനം വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഈ സങ്കീർത്തനത്തിലെ പക്ഷി സഭയാണ്. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കൂട്ടിയിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠത്തിന് അരികിൽ തന്നെ എന്ന് വിശുദ്ധനായ എഫ്രേം സങ്കീർത്തനം വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുമ്പോൾ നമ്മുടെ അഭയകേന്ദ്രവും നമ്മുടെ ആശ്രയ കേന്ദ്രവും എല്ലാം ഈ പരിശുദ്ധ തിരുമേശയാണ്.
ദൈവം ചരിത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരുക്കവും തീർത്ഥാടനവുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, അത് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ നിശ്ചയമായിട്ടും സഭകൾ കൂടുതൽ വ്യാപ്തിയിലും കൂടുതൽ വളർന്നും എല്ലാ അർത്ഥത്തിലും പ്രശോഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ സഭയുടെ നിലനിൽപ്പിനും സഭയ്ക്ക് സമൂഹത്തിലുള്ളതായ മഹത്വം വെളിപ്പെടുത്തുന്നതിനും എല്ലാ അർത്ഥത്തിലും ഇത് പ്രേരകമാകുന്നു എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ശുശ്രൂഷയിൽ അഭിമാനിക്കാവുന്നതാണ്. ദൈവം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വെറും മാനുഷികമാണ്. അതുകൊണ്ടാണ് മാർത്തോമാ സഭയുടെ കൂടിവരവുകളിൽ പ്രാർത്ഥനയ്ക്കും പാട്ടിനും ഒത്തിരി പ്രാധാന്യമുണ്ട്. ദൈവം നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. ഒത്തിരി ഒരുക്കം അവിടെ ആവശ്യമുണ്ട്. വാതോരാതെ ഇങ്ങനെ മണിക്കൂറുകൾ പ്രസംഗിക്കുന്നതുകൊണ്ട് അതിൽ ആത്മാവിൻ്റെ അനുഭവം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ആത്മാവിൽ നിന്നും വരുന്നതാകണമെന്നും നിർബന്ധമൊന്നുമില്ല. പ്രസംഗത്തിൻ്റെ കലയുള്ളവർക്ക്, അതിൻ്റെ അഭിരുചിയുള്ളവർക്ക്, അതിനുവേണ്ടി സമയം ചിലവിടുന്നവർക്ക് വളരെ നല്ല രീതിയിൽ റേറ്റിംഗ് കിട്ടുന്ന രീതിയിലൊക്കെ പ്രസംഗിക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഇത് ഉള്ളിൽ നിന്ന് വരണമായിരിക്കും. അകത്തു നിന്നും വരുന്ന റിഫ്ലക്ഷൻസ്, അതിൽ നിന്നും അനേകർക്ക് പ്രചോദനം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന നിലത്തിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവിക ഇടപെടലിലുള്ളതായ പ്രസംഗങ്ങൾക്കും പ്രബോധനങ്ങൾക്കും സുവിശേഷീകരണത്തിനും മാത്രമേ സാക്ഷ്യമുള്ളൂ എന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ പ്രസംഗങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റേതാകണം. നമ്മുടെ ഇവഞ്ചലൈസേഷൻ, നമ്മുടെ സുവിശേഷീകരണം ദൈവത്തിൻ്റേതാകണം. ദൈവത്തിൻ്റേതാകുമ്പോൾ അത് മാർത്തോമാ സഭയുടെ മാത്രമാകില്ല. കാരണം ദൈവം എല്ലാവർക്കുമുള്ളവനാണ്, സമസ്ത സൃഷ്ടിക്കുമുള്ളവനാണ്. ദൈവം, മനുഷ്യൻ, പ്രകൃതി, ഈ ഒരു ത്രിത്വത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ സുവിശേഷത്തെ, നമ്മുടെ മിഷനെ, നമ്മുടെ പ്രാർത്ഥനയെ, ആരാധനയെ എല്ലാം നമ്മൾ ആ നിലയിൽ നമുക്ക് കാണേണ്ടത് ഒരു അത്യാവശ്യവും ഒരു വെല്ലുവിളിയുമാണ്. ക്രിസ്തുവിനോട് കൂടിയും അവനിലും നാം ജീവിക്കുമ്പോഴാണ് നാം പ്രഘോഷകരാകുന്നത്. വചനം എല്ലാ അർത്ഥത്തിലും ഹൃദയത്തിൽ പ്രവേശിക്കണം. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് പലപ്പോഴും വായുകൊണ്ട് സംസാരിക്കുന്നത്. ഹൃദയം നമ്മിൽ നിന്നും അകന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയത്തിൽ ദൈവാത്മാവ് വസിക്കുന്നില്ല എങ്കിൽ അത് വെറും അധര വ്യായാമം മാത്രമായി അത് ചെറുതാക്കപ്പെടും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. വചനം മാംസം ധരിക്കണം. വചനം മാംസം ധരിക്കാനുള്ള ഇടമായി ഹൃദയത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കണം. അവിടെ വചനത്തിലൂടെ, മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇതിൻ്റെ വ്യാപ്തി എല്ലാ അർത്ഥത്തിലും സന്നിവേശിപ്പിക്കുവാനായിട്ട് നമ്മുടെ ശുശ്രൂഷകൾക്ക് കഴിയണം. അത് കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മഹത്തരമായ ശുശ്രൂഷ വ്യാപകമായി ഏറ്റെടുക്കുവാനും അത് എത്തിക്കുവാനുമായിട്ട് നമുക്ക് കഴിയേണ്ടുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും. പ്രസംഗം കേട്ടവരെല്ലാം ഒരു ഹൃദയവും ഒരാത്മാവുമായി മാറ്റപ്പെട്ടു എന്നാണ് പരിശുദ്ധാത്മ മുഖാന്തരം എന്ന് അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉന്നതത്തിൽ നിന്നും ഉയരത്തിൽ നിന്നും ശക്തി ലഭിച്ചുകൊണ്ടുള്ളതായ ശുശ്രൂഷകൾക്ക് മാത്രമേ ദൈവപ്രസാദമുണ്ടാകൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ മനസ്സാന്തരപ്പെടുത്തിയ പൗലോസിൻ്റെ പ്രസംഗം അപ്രകാരമായിരുന്നു.
വിശുദ്ധാത്മാവെ വരണമേ എന്നുള്ളതായ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നമ്മൾ ആ പ്രാർത്ഥന ഉരുവിടുമ്പോൾ നിശ്ചയമായിട്ടും ഈ വിശുദ്ധാത്മാവിൻ്റെ വ്യാപരിക്കലിലൂടെയുള്ള ഈ ശുശ്രൂഷ നമുക്ക് കൂടുതൽ ഫലപ്രദമായി ചെയ്യുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശമരിയായിലെ കിണറ്റിൻ കരയിലിരുന്നത് പോലെ ശൂന്യമായ നമ്മുടെ ഹൃദയപാത്രങ്ങൾ ദൈവവചനം കൊണ്ടും ദൈവകൃപ കൊണ്ടും നിറയുന്നവരായി രക്ഷകനായ ക്രിസ്തു നമുക്ക് മധ്യേ നിലയുറപ്പിക്കുവാൻ, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുവാൻ, കിണറ്റിനരികിൽ സമൃദ്ധമായി ജീവജലം ഒഴുക്കിത്തരുവാൻ സന്നദ്ധനായി ഒരു പ്രാർത്ഥന മാത്രം മതി. ഒരു പ്രാർത്ഥന ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും, കർത്താവെ ആ ജലം എനിക്കും തരണമേ എന്നുള്ള പ്രാർത്ഥന. നീ ഒരിക്കലും ദാഹിക്കാതെ കുത്തി ഒഴിക്കുന്ന ജീവജലനദിയിൽ നിന്നും കുടിച്ച് ദാഹം തീർക്കുവാനുള്ള ആ ദാഹം, അതാണ് നമുക്കിന്ന് വേണ്ടത്. ഇന്ന് ലോകം പലതിൻ്റെയും പിറകെ പോകുമ്പോൾ, ലഹരിയുടെയും ലാസ്യലഹരിയുടെയും മറ്റും അടിമപ്പെട്ടു പോകുമ്പോൾ, സ്ക്രീൻ അഡിക്ഷനിൽ കുട്ടികൾ വഴിവിട്ട് തെറ്റിപ്പോകുമ്പോൾ, അവിടെ നിഷ്ക്രിയരായി ഒന്നും ചെയ്യാൻ കഴിയാതെ സങ്കടപ്പെടുന്ന അനേകം അമ്മമാരും അപ്പന്മാരും നമുക്ക് മധ്യയുണ്ട്. ആരും ആരെയും അനുസരിക്കില്ല. അപ്പൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നു. എന്തും ചെയ്യാൻ മടിയില്ലാത്ത, ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന തലമുറയാണ് വളർന്നു വരുന്നത്. അവരെ പലരെയും ഭരിക്കുന്നത് ഡ്രഗ്സാണ്. എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൽ എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. സഭയ്ക്ക് വലിയ ദൗത്യമുണ്ട്. എല്ലാ അർത്ഥത്തിലും ഈ സുവിശേഷീകരണം, ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം അനേകരിലേക്ക് എത്തിക്കപ്പെടുമ്പോൾ, നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായി മാറ്റപ്പെടുമ്പോൾ, അവിടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും, ദൈവം വസിക്കുന്ന ഇടമായി ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നുവെന്ന് പറഞ്ഞതുപോലെ നമുക്ക് കുടുംബമായി കർത്താവിനെ സേവിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, ആരാധിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും മക്കൾ വാതിലടച്ചിട്ട് അകത്ത് സ്ക്രീൻ ടൈമിങ്ങിലാണെങ്കിൽ അത് അപകടമാണ്. അങ്ങനെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ മറ്റ് ചിന്തകളിലേക്ക് പോകുന്ന മക്കളോ ആരെങ്കിലും ആ ഭവനത്തിലുണ്ടെങ്കിൽ അത് ദുസ്സൂചനയാണ്. മക്കൾ വാതിലകത്തു നിന്നും പൂട്ടി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിൽ രഹസ്യാത്മകതയുണ്ടെങ്കിൽ, അത് അപ്പനും അമ്മയും അറിയാതെയാണെന്നുണ്ടെങ്കിൽ അതിൽ അപകടമുണ്ട്. എന്തും എപ്പോഴും തുറന്നു പറയുവാനും സ്വന്തം സഹോദരങ്ങളെപ്പോലെ അപ്പനും അമ്മയ്ക്കും മക്കളുമായി ഒരുമിച്ചിരുന്ന് ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും പങ്കുവയ്ക്കുവാനുള്ള സാധ്യതകൾ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. എല്ലാവരും ഓട്ടത്തിലാണ്, എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുന്ന ഓട്ടത്തിലാണ്. മക്കൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ മക്കളെ ഓർത്ത് കരയുന്ന എത്രയോ മാതാപിതാക്കൾ ഇന്ന് നമുക്ക് ചുറ്റുപാടുകളിലുമുണ്ട്. ഒരു പക്ഷേങ്കിൽ നമ്മുടെ കുടുംബം സേഫായിരിക്കാം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഈ ഓരോ മർത്തോമാക്കാരനും ഓരോ സുവിശേഷകനായിരിക്കണമെന്നുള്ളത് പ്രത്യാശ പകരുന്ന ഒരു സന്ദേശമാണ്. കാരണം ഓരോ മർത്തോമ കുടുംബവും അപ്രകാരം ദൈവാത്മാവിലൂടെ ജീവിക്കുന്നതും വളരുന്നതും സാക്ഷ്യപ്പെടുന്നതുമായ ഓരോ കുടുംബമായിരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇന്നിൻ്റെ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇനിയും വളരണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇനിയും വ്യാപകമായി ഈ സഭയിലൂടെ ഉണ്ടാകണം. അങ്ങനെ സഭ വളർച്ച പ്രാപിക്കണം. അങ്ങനെ സഭ മറ്റു സഭകൾക്ക് മാതൃകയാകുവാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഈ അനുഗ്രഹീത വോളണ്ടറി ഇവാഞ്ചലിസ്റ്റിക് ഈ കമ്മ്യൂണിറ്റിക്ക് ഞാൻ എല്ലാ ഭാവുകങ്ങളും ആശംസകളും 101-ാമത്തെ വർഷം പിറക്കുമ്പോൾ നേരുകയാണ് ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും. എന്നെക്കുറിച്ച്
ഒത്തിരി നല്ല കാര്യങ്ങളിവിടെ പറയുകയുണ്ടായി. ഇതൊരു എൻ്റെ ഒരു റിസപ്ഷൻ പോലെ യോഗം മാറ്റപ്പെട്ടു പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നിരുന്നാലും എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, പ്രത്യേകിച്ചും എൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ലെബനോനിൽ വന്ന് ഒത്തിരി പ്രയാസപ്പെട്ടാണ് നമ്മുടെ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ച് ആ ശുശ്രൂഷയിൽ സമ്പൂർണ്ണമായും പങ്കാളിയായിക്കൊണ്ട് പൂർണ്ണ നിറവിലാണ് അഭിവന്ദനായ തിരുമേനി അവിടെ നിന്ന് മടങ്ങുന്നത്. അത് ഈ സഭയ്ക്ക്, യാക്കോബായ സഭയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഒരു നന്ദി പ്രകടനമായി ഞാനതിനെ കാണുന്നു. തെഡോഷ്യസ് മെത്രാപ്പോലിത്ത എന്നെ വിളിച്ചു പറഞ്ഞു, തിരുമേനി, ഞങ്ങളുടെ കൗൺസിൽ കൂടി ഞങ്ങളുടെ ഒരുമിച്ചുള്ള തീരുമാനമാണ്, എനിക്ക് വരാൻ സാധിക്കുന്നില്ല, ഞങ്ങളുടെ പ്രതിനിധിയായി, സഭയുടെ പ്രതിനിധിയായി ബർന്നബാസ് തിരുമേനിയെയും സഫ്രഗൻ മെത്രാപ്പോലിത്തായെയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെയും അയക്കുന്നുവെന്ന് എന്നെ നേരിട്ട് വിളിച്ച് മെത്രാപ്പോലിത്ത തിരുമേനി പറഞ്ഞു. അപ്പോൾ എത്രമാത്രം ഞാൻ ഈ സഭയോട്, എൻ്റെ സഭ ഈ സഭയോട് കടപ്പെട്ടിരിക്കുന്നു. നമുക്കൊരുമിച്ച് മുന്നേറാം. ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ചേർത്ത് വെക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് മാറ്റി ചിന്തിക്കുവാൻ സാധിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപരിക്കലുണ്ടായാൽ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സുവിശേഷത്തിൽ ഈ സഭ പിറന്നു വീഴുമ്പോൾ സുവിശേഷത്തിൻ്റെ വഴിവിട്ട് സഞ്ചരിച്ച സഭകളുടെ വിഫല സാക്ഷ്യവും പറയാതിരിക്കാൻ പറ്റുകയില്ല. ബർന്നബാസ് തിരുമേനിയുടെ പല പ്രസംഗങ്ങളിലും അദ്ദേഹം കണ്ടമിടറിക്കൊണ്ട് അനുഭവിക്കേണ്ടി വന്നതായ ആ പ്രയാസഘട്ടങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. 2-3 സന്ദർഭങ്ങൾ ഞാനിരിക്കുമ്പോഴാണ്, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് തിരുമേനി അത് പറഞ്ഞത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഇതിൻ്റെ സഭയെ ഇത്രയും വളർത്തിയത് നിങ്ങളുടെ ആരുടെയും കഴിവുകൊണ്ടല്ല. നിങ്ങൾക്ക് നല്ലൊരു നേതൃത്വം ലഭിച്ചു, നിങ്ങൾക്ക് നല്ല ഒരു പുരോഹിത സംഘത്തെ നിങ്ങൾക്ക് ലഭിച്ചു, നല്ല ഹൃദയമുള്ള, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന, സുവിശേഷത്തിൽ ജീവിക്കുന്ന ഒരു വലിയ പറ്റം വിശ്വാസി സമൂഹം നിങ്ങളുടെ സമ്പത്തായി മാറി. അവിടെയാണ് ഈ സഭ വളരുന്നതും തുടർന്ന് ഈ സാക്ഷ്യം നിർവഹിക്കുന്നതും. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ പരിശുദ്ധ സഭയോടും പ്രത്യേകിച്ച് എറണാകുളം ഭദ്രാസനത്തിലെ ഒരു ഭദ്രാസനത്തിൻ്റെ അല്ലേ എറണാകുളം സെൻട്രൽ ഡയസിസിൻ്റെ ഈ അനുഗ്രഹീത കൂട്ടായ്മയിൽ നമ്മുടെ സുവിശേഷീകരണത്തിൻ്റെ വോളണ്ടറി സുവിശേഷകരുടെ ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുവാനും നിങ്ങളോട് എല്ലാവരോടും നമുക്കറിവുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞ് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചതിലും ഈ അനുഗ്രഹീത കൂട്ടായ്മ ഇതിൻ്റെ വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതും ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ അച്ഛനെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രോഗ്രാമിന് സമ്മതിച്ചത്. മാർത്തോമാ സഭയിലെ എല്ലാ തിരുമേനിമാരും മെത്രാപ്പോലിത്തായും അടങ്ങുന്ന വലിയ സംഗമങ്ങൾ 2-3 പ്രോഗ്രാംസിന് എന്നെ വിളിച്ച് നിർബന്ധിച്ചെങ്കിൽ കൂടിയും എനിക്ക് അതിനൊന്നും പോകാനായിട്ട് സാധിച്ചില്ല. പക്ഷേ 2ാമത്തെ പ്രോഗ്രാമാണിത്. റാന്നിയിൽ ബർന്നബാസ് തിരുമേനിയുടെ അവിടെ ഒരു ഫംഗ്ഷൻ, ഒരു റിസപ്ഷൻ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇത് 2ാമത്തെ പ്രോഗ്രാമാണ്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു അപേക്ഷ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയും അത് കൂടുതൽ ശക്തിപ്പെടുത്തി അത് നിർവഹിക്കണമെന്നുള്ളത് അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് നിങ്ങളോടുള്ളത്. മുന്നോട്ടുള്ള വഴികൾ അത്ര സുഗമമൊന്നുമല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ കൂടിയും ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായവനാകാം എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. അതിൽ നിങ്ങളുടെയും പ്രാർത്ഥന ഒരു അനിവാര്യതയാണ്. ഈ അനുഗ്രഹീത കൂടിവരവിൻ്റെ ഉദ്ഘാടന കർമ്മം ദൈവത്തിൽ ആശ്രയിച്ച് പ്രഖ്യാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.